അഡ്വക്കേറ്റ് ഉദയഭാനു, സിദ്ദിഖ് പറഞ്ഞ 4 കാര്യങ്ങൾ: ഒന്ന്, ഈ വെള്ളപ്പേപ്പറിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ; 2, എൻക്വയറി നടക്കണം, അതില്ല; 3, ജൂറിസ്ഡിക്ഷൻ ഇല്ല ഈ കോടതിക്ക്; 4, പോസ്റ്റ് ഓഫീസിൻ്റെ ജോലി ചെയ്യുന്നു; 5-മത്തത് പറയാൻ വന്നപ്പോൾ ഞാൻ നിർത്തി. ഇതൊക്കെ വെച്ച് ഈ വിജിലൻസ് കോടതി വിധിയെ ഭരണകൂടം അംഗീകരിക്കുന്നില്ല. ശ്രീ സിദ്ദിഖ് പറഞ്ഞതിൽ നിയമപരമായി നിലനിൽക്കുന്ന ഒരു വാദം ഈ അനിൽകുമാർ വേഴ്സസ് അയ്യപ്പദാസ് ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ്റെ ഒരു വിധിയാണ്. ഒരു വിജിലൻസ് കോടതി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന ഒരു കേസ് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിനായി വിടുന്നതിന് മുമ്പ്, പ്രത്യേകിച്ചും പൊതുപ്രവർത്തകർ അധികാരത്തിലിരിക്കുന്ന ആളാണ് എങ്കിൽ, ഉദ്യോഗസ്ഥൻ അധികാരത്തിലിരിക്കുന്ന ആളാണ് എങ്കിൽ അത് സാങ്ഷൻ അനുമതി വാങ്ങിയിരിക്കുക എന്നുള്ള ഒരു നടപടിക്രമമുണ്ട്. അതനുസരിച്ച് അത് പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ അത് വിടാതിരിക്കാം. അതുപോലെ തന്നെ പ്രിയങ്ക ശ്രീവാസ്തവ കേസ് വെച്ചുകൊണ്ട് അതിന് പരാതിയോടൊപ്പം സത്യവാങ്മൂലമില്ലെങ്കിൽ അത് നേരിട്ടെടുക്കാതിരിക്കുക. ഇതെല്ലാം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ശ്രീ ലാൽ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി കളങ്ക ഏറ്റിട്ടുള്ളയാളാണ്, കറപുരണ്ട വ്യക്തിത്വത്തിൻ്റെ ആളാണ്, കേസിൽ നിലനിർക്കത്തക്ക രീതിയിൽ കേസെടുക്കാൻ തക്ക രീതിയിൽ എത്തപ്പെട്ടയാളാണ് എന്ന നിലയ്ക്ക് ഒരു സാധാരണ പൗരൻ നീതിപീഠത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിൽ വന്ന് മുട്ടിപിടിച്ച് പറയുകയാണ്. അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുക എന്നുള്ളതാണ്. അതിൻ്റെ നിയമത്തിലേക്കോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന് ശഠിക്കുന്നതിന് പകരം അന്വേഷണം നടക്കട്ടെ, ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ എന്നൊരു നിലപാട് കോടതി എടുത്തു പോയിട്ടുണ്ട്. അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നാം കാത്തിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ വസ്തുതകൾ അത് ശ്രീ സിദ്ദിഖ് പറഞ്ഞിരുന്നത് വ്യത്യസ്തമാണ്. ജൂറിസ്ഡിക്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും കഴിയും. കാരണം വെളിപ്പെടുത്തലിൻ്റെ അറിവ്, ആ സോഴ്സ്, അത് കേരളമെമ്പാടും മലയാളികളുള്ള അല്ലെങ്കിൽ മറ്റ് വാർത്താ മാധ്യമങ്ങളുള്ള മുഴുവൻ സ്ഥലങ്ങളിലെത്തിയതാണ്. അതുകൊണ്ട് ഏതൊരു പൗരന് വേണമെങ്കിലും ഇത് ഇനിഷ്യേറ്റ് ചെയ്യാം. അത് കോസ് ഓഫ് ആക്ഷൻ നടന്നു എന്ന് പറയുന്ന ഡൽഹിയിലോ അല്ലെങ്കിൽ ഇത് തിരുവനന്തപുരത്തോ മാത്രമായിട്ട് നിലനിൽക്കുന്നതല്ല. അതുമായി ബന്ധപ്പെട്ട അറിവ് ഇത് പരാതി കൊടുക്കുന്നയാൾക്ക് എവിടെ വെച്ച് കിട്ടിയോ അവിടെ അത് ഇനിഷ്യേറ്റ് ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിയമപരമായി ചലഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ എതിരായേക്കാം എന്ന ധാരണയുണ്ടെങ്കിൽ അത് മുഴുവൻ ശരിയല്ല. പക്ഷേ ശ്രീ സിദ്ദിഖ് പറഞ്ഞതിന് നിയമപരമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനിൽകുമാർ വേഴ്സസ് അയ്യപ്പദാസ് എന്ന ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ്റെ വിധി വളരെ പ്രസക്തമാണ് താനും. സിദ്ദിഖ്, ഒരു ഭരണകൂടം വളരെ സുതാര്യമായാണ് പ്രവർത്തിക്കേണ്ടത്. നല്ല ഇമേജുമായി ജനങ്ങളുടെ മുന്നിൽ കളങ്കമില്ലാത്ത ഒരു ഭരണകൂടമായിട്ടാണ് ഇരിക്കേണ്ടത്. ഏതെങ്കിലും രീതിയിൽ കറ പുരളുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ആണ് ജുഡീഷ്യറി പോലെയുള്ള സംവിധാനങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ജനാധിപത്യ സംവിധാനത്തിലൊക്കെ ഉള്ളത്. ജുഡീഷ്യറി പറഞ്ഞ് തീർപ്പാക്കുന്ന അവസ്ഥ വരെ നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ സാങ്കേതികത്വം പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം ഈ കറ ഈ ദേഹത്തില്ല എന്ന് കാണിക്കാനുള്ള ഒരവസരം ആയി എടുക്കുകയല്ലേ സർക്കാർ ചെയ്യേണ്ടത്? നല്ലൊരവസരമായി ഇതിനെ എടുക്കുകയല്ലേ ചെയ്യേണ്ടത്? അതിനപ്പുറമുള്ള സാങ്കേതികത്വം പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ കാര്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് ശരിയാണോ? പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ടാണ് തൃശൂർ വിജിലൻസ് കോടതി ഈ വിധിന്യായങ്ങളൊക്കെ ബാബുവിന്റെ കേസിലും ഉമ്മൻചാണ്ടിക്കെതിരെയും ആര്യാടനെതിരെ FIR ഇടാൻ പറഞ്ഞിരിക്കുന്ന കേസിലും അദ്ദേഹം നടത്തിയിട്ടുള്ള വിധിന്യായം പ്രത്യേക താല്പര്യത്തിലാണ് എന്നുള്ളതായ സംശയം കേരളത്തിലെ പൊതുസമൂഹം പറഞ്ഞാൽ ഒരിക്കലും അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ബാബുവിന്റെ കേസിലെ ഇന്നത്തെ സ്റ്റേ പെറ്റീഷൻ, ആ സ്റ്റേ പെറ്റീഷനിൽ ഈ ജഡ്ജിന്റെ നിരീക്ഷണങ്ങളെ കടമാക്കിയിരുന്നില്ലേ? ഈ ജഡ്ജ് ഒരു ജുഡീഷ്യൽ ഓഫീസറായി ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടതായിരിക്കുന്ന ജോലി നിയമപ്രകാരമല്ല ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ഹലോ പറഞ്ഞോളൂ സിദ്ദിഖ്. ചോദിച്ചോട്ടെ അദ്ദേഹത്തോട്. സിദ്ദിഖ് കേൾക്കാമോ? ചോദിക്കൂ. ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതിയുടെ ഞാൻ അത് സിദ്ദിഖ് ഇടയ്ക്ക് കൂട്ടി പറയാൻ വേണ്ടി സഹായമാവും. ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ഉബൈദ് അവിടെ ഹാജരായിരുന്ന വക്കീൽ ഒബ്ജക്ഷൻ റേസ് ചെയ്തപ്പോൾ സ്റ്റേ കൊടുക്കുന്നെങ്കിൽ കേസ് അഡ്മിറ്റ് ചെയ്യണം. കേസ് അഡ്മിറ്റ് ചെയ്താൽ ഒബ്ജക്ഷൻ കൊടുക്കാൻ അധികാരമുണ്ട്. അത് പ്രിലിമിനറി മര്യാദ മാത്രമാണ് ഹൈക്കോടതിയിൽ. അങ്ങ് എൻ്റെ ഒബ്ജക്ഷൻ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേസ് അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അവധി ആ ഉച്ചയ്ക്ക് പിരിഞ്ഞിട്ട് നേരെ കയറി വന്നിട്ട് സ്റ്റേ കൊടുക്കുന്നത് ഏത് നിയമത്തിന് മുമ്പിലാണ്? ആ ഹൈക്കോടതി ജസ്റ്റിസിന്റെ നടപടി അത് എതിർഭാഗം കേട്ടിട്ട് കൊടുക്കട്ടെ. കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അദ്ദേഹത്തിന് ചെയ്യാം.
പക്ഷെ കേൾക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ? സുപ്രീം കോടതിയുടെ പല റൂളിംഗ് അനുസരിച്ചും ഡിവിഷൻ നമ്മുടെ വിജിലൻസ് കോടതിയിൽ വിധി വന്ന സാഹചര്യത്തിൽ അതിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതി വിട്ടുകൊണ്ടാണ് ജസ്റ്റിസ് ഉബൈദിന്റെ നടപടി എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? അതും കൂടെ കൂട്ടി സിദ്ദിഖ് ഒന്ന് മറുപടി പറയാം. സിദ്ദിഖ്, രണ്ട് കാര്യങ്ങൾ കൂടി. ഒന്ന്, സരിത ഒരു കാശ് 10 കോടി രൂപ ജയരാജൻ കൊടുത്തൂർ സജി ചെറിയാൻ വീട്ടിൽ വന്നു എന്നുള്ളതായിരിക്കുന്ന അവരുടെ നേരിട്ടുള്ള സംഭാഷണമൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണല്ലോ. അപ്പം പിന്നെ എനിക്ക് 2 മക്കളെ പോറ്റണമെങ്കിൽ കോൺഗ്രസ്സുകാരെ കയ്യിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോ ഇപ്പൊ എന്തോ കിട്ടി എന്നുള്ളത് ഉറപ്പ്, അതുകൊണ്ടാണല്ലോ പിതൃതുല്യൻ ഇങ്ങനെ ആയത്. അപ്പൊ അതിനുശേഷം ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് സരിത നായർ വളരെ കൃത്യതയോടുകൂടി പിന്നെ ഒരു സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി, ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടി പറയുമ്പോൾ സരിതയെ ക്രോസ് ചെയ്തതിന് ശേഷമാണ് ഈ പിന്നെ വിജിലൻസ് കോടതിയുടെ ഈ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. അല്ല, ഇടയ്ക്ക് കയറട്ടെ ഒന്ന്. അതായത് അവര് കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല, അവരെ പബ്ലിക്കായി ജനങ്ങളോട് ചാനലിലൂടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വന്നത്. ഇതുമായിട്ട് രണ്ടാണ് എന്റെ ഡിഫറൻസ്. ഒന്ന് പറയട്ടെ, കോടതിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇവര് പുറത്തു വന്ന് പറഞ്ഞത്. അതാണല്ലോ അത് ഒരു മുഖ്യമന്ത്രിക്കെതിരെയും മറ്റൊരു മന്ത്രിക്കെതിരെയും പറയുമ്പോ അത് വൺ സൈഡഡ് ആണല്ലോ. അവരുടെ വക്കീലന്മാർ ഇവരെ ക്രോസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഏകപക്ഷീയമായി ഒരാള് PC ജോർജിനെതിരെ പറഞ്ഞാൽ, ഒരു തുണ്ടൻ കടലാസ് കൊണ്ടു കൊടുത്താൽ നേരെ നിങ്ങൾക്കെതിരെ കേസെടുക്കുക, മറ്റുള്ള മന്ത്രിമാർക്കെതിരെ കേസെടുക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അത് നിയമപരമായി തീരുമാനിക്കട്ടെ. അതിനാണല്ലോ മേൽക്കോടതികൾ ഉള്ളത്. നിങ്ങൾ തന്നെ അപ്പീലായി പോകുന്നത്. പക്ഷേ അവിടെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ഈ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ അകപ്പെട്ടവർ ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക എന്നൊക്കെയുള്ള മിനിമം കാര്യങ്ങളാണ് ഈ രാജ്യത്ത് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അതില്ലാതെ ഇപ്പോൾ അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാർ മുതലാളിമാരെ കൂട്ടുപിടിച്ച് UDF നിന്ന് പോയതായിരിക്കുന്ന ആളുകളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഗവൺമെന്റിനെയും നാഥനെയും മാന്യന്മാരെ താറടിക്കാൻ വേണ്ടി വളരെ കേരളത്തിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഓരോന്ന് വിളിച്ചു പറയുമ്പോ അവിടെ മാറി നിൽക്കണം എന്ന് പറയുന്നതായിരിക്കുന്ന അജണ്ടയുണ്ട്. അത് മാറി നിൽക്കേണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് തീർപ്പ് കൽപ്പിക്കാൻ തെളിവുകളുമായി നിങ്ങൾ കോടതിയിലേക്ക് പോകുക. അതിനാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജുഡീഷ്യറിയെ ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾ കോടതിയെയും ജഡ്ജിയെയും ശവമഞ്ചം ഏന്തിക്കൊണ്ടുപോയി ആക്ഷേപിച്ച് ഭീഷണിപ്പെടുത്തുന്നത് എവിടെ നിന്ന് പഠിച്ചതാണ് ടി സിദ്ദിഖ്? ഒന്ന്, ഈ കോടതിയിൽ ശവമഞ്ചം ഏന്തിയതായിരിക്കുന്ന പ്രവർത്തനത്തെയൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിനനുകൂലിക്കുന്നവർ ഈ ജഡ്ജിനെതിരായി കേരളത്തിൽ ഉണ്ടാകും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കടലാസ് കിട്ടുമ്പോൾ എൻക്വയറി പോലും നടത്താതെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും ചാരിത്രം തകർക്കുന്നതായിരിക്കുന്ന വിധിയാണ് നൽകിയത്. ഞാൻ ഒരു കാര്യം പറയാ, ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും പറയുന്നില്ല. സൂര്യനെല്ലി കേസിലെ പ്രതിയായ DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന SFIയുടെ നേതാവായിരുന്ന ധർമ്മരാജന്റെ സഹോദരനാണ് ഈ ജഡ്ജ് എന്നുള്ളതായിരിക്കുന്ന കാര്യം. ഈ കുറച്ച് ദിവസമായി ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മറ്റു വല്ല സംശയവും തോന്നിയാൽ അതിനെ പ്രശ്നമുള്ള വിധികൾ വരുമ്പോൾ മാത്രമാണോ ഇവരുടെ ജാതകം അന്വേഷിച്ച് ഈ രീതിയിൽ ജഡ്ജിമാരുടെ ലിസ്റ്റ് എടുക്കുന്നത്? അതോ നേരത്തെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇത്തരം ലിസ്റ്റ്? ഇങ്ങനെ യോഗ്യതയില്ലാത്ത, ഈ പറഞ്ഞ അഡ്രസ്സാണ് ഇദ്ദേഹത്തിനുള്ളതെങ്കിൽ, അതിന് യോഗ്യതയില്ലാത്ത ആളാണെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ സമരവുമായി പോകണം, പുറത്താക്കണം. ഇപ്പോൾ നിങ്ങൾക്കെതിരെയുള്ള വിധി വരുമ്പോൾ ഈ പറഞ്ഞ വിലാസത്തിലുള്ള ആളായതുകൊണ്ട് പ്രശ്നമാണ് എന്ന് പറഞ്ഞു വരുന്നത് എങ്ങനെ സമ്മതിക്കാൻ സാധിക്കും ടി സിദ്ദിഖ്? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് കോടതിയിലല്ലേ പറയേണ്ടത്? ഒന്ന്, ഒരു പൊതുപ്രവർത്തകനെതിരെ കേസെടുക്കുമ്പോ അത് ഒരു റിപ്പോർട്ടിന്റെ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റൂ. ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. അതെവിടെ പറയണം? അത് അവിടെ പറഞ്ഞത് കേട്ടില്ല, നേരിട്ട് ഉത്തരവിട്ടു. ആ കോടതി കേട്ടില്ലെങ്കിൽ വേറെ സംവിധാനമുണ്ട്. അവിടെയാണ് നിങ്ങൾ നാളെ പോകാൻ പോകുന്നത്. അവിടെയാണ് വാസ്തവൻ ജുഡീഷ്യൽ താല്പര്യമല്ല, മറ്റു വല്ല താല്പര്യങ്ങളും ഉണ്ടോ എന്ന് സംശയം തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റുമോ? സംശയം തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? സംശയം തോന്നിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ആ കോടതി, ആ ജസ്റ്റിസിനെതിരായി നിങ്ങൾ നേരിട്ടങ്ങ് ഇറങ്ങുകയാണോ ചെയ്യേണ്ടത്?
ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നടക്കുന്ന ഗൂഢാലോചന ചെറിയ തരത്തിലുള്ള ഗൂഢാലോചന അല്ല. ഒന്ന് കുഞ്ഞുമോന്റെ രാജി ഇന്ന് സരിതയുടെ പിതൃതുല്യം മാറി കുഴപ്പക്കാരനാണെന്നുള്ളതായിരിക്കുന്ന പച്ച കള്ളം വിളമ്പല് ഇന്നലെ മുതൽ ആരംഭിച്ചു. ഒരു ഭാഗത്ത് തൃശൂർ കോടതിയുടെ വിധി വരുന്നു, ജുഡീഷ്യറിയുടെ മാനം തകർക്കുന്നതായിരിക്കുന്ന, തുണി ഉരിഞ്ഞു കളയുന്നതായിരിക്കുന്ന, ജനങ്ങൾക്ക് ജുഡീഷ്യറിയുടെ അവമതിപ്പുണ്ടാക്കുന്നതായിരിക്കുന്ന വിധി വരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമായ തലത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു കാരണവശാലും ഭൂഷണമായ കാര്യം ഇപ്പൊ പറഞ്ഞ ഇതേ ഭാഷയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം നഗ്നനായി സരിത ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴൊന്നും ഞാൻ തിരിച്ചെത്താം. ടി സിദ്ദിഖ്, അഡ്വക്കേറ്റ് ഉദയഭാനു, ഇപ്പോ ഈ തൃശൂർ വിജിലൻസ് കോടതിയുടെ വിധി ഈ അർത്ഥത്തിലാണ് ടി സിദ്ദിഖിനെ പോലുള്ളവർ അതിനെ ഇങ്ങനെയാണ് നേരിടാനും പോകുന്നത്. ഇത് അസാധാരണ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ അസാധാരണമായ ഉത്തരവുണ്ടാകും എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യത്തെ ഏത് രീതിയിലാണ് വിശദീകരിക്കുക ഇപ്പോൾ ടി സിദ്ദിഖ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ? ശ്രീ ലാലിനോട് എനിക്ക് ആദ്യമായിട്ടൊരു അഭ്യർത്ഥന ഉള്ളത്, ശ്രീ ടി സിദ്ദിഖിന് അദ്ദേഹത്തിന് എന്തും പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധവും അദ്ദേഹത്തിൻ്റെ സംസ്കാരവും അതിനനുവദിക്കുന്നെങ്കിൽ തുറന്നോട്ടെ. പക്ഷേ ഈ ഇതുപോലെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയോ തങ്ങളുടെ നിലപാട് വിശദീകരിക്കാനോ അല്ലെങ്കിൽ തങ്ങൾ എന്തുകൊണ്ട് ഉത്തരവ് പാസ്സാക്കിയെന്ന് പിന്നീട് പറയാനോ അവസരം കിട്ടാത്ത ഒരു വിഭാഗത്തെ പ്രതിനിധിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാരെ ഇതുപോലെ വ്യക്തിപരമായി അവഹേളിക്കുകയും അവരുടെ മുൻകാല പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും ചകഞ്ഞെടുത്തുകൊണ്ടുവന്ന് അപമാനിക്കുകയും ചെയ്യുന്ന രീതിയെ ഒരു നിശബ്ദ നിരീക്ഷകനായി ശ്രീ ലാലെങ്കിലും എങ്ങനെ നേരിടുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാം. സിദ്ദിഖിൻ്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ചാനലിൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. നിയമപരമായി നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കളങ്കത്തിൽ കുളിച്ചുകൊണ്ട് കറപുരണ്ട ഒരാളായി മാറി എന്ന് ഒരു കോടതി മൊഴി കൊടുക്കുന്നത്, ആ മൊഴിയുടെ സാങ്ക്ടിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. സരിത എന്നൊരു വ്യക്തിയെ നമുക്ക് മറക്കാം. സരിതയുടെ മുൻകാല ചരിത്രം, ആ മുൻകാല ചരിത്രത്തിൽ ഒരുപക്ഷെ ക്രിമിനൽ കേസുകളിൽ അവർ പെട്ടിട്ടുണ്ടാകാം. അവർ ക്രിമിനൽ കേസിൽ പെടാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അവർ ഒരുപക്ഷെ ഒരേ സമയം വേട്ടക്കാരിയും അതുപോലെ തന്നെ ഇരയുമായിട്ടുണ്ടാകാം. അവരിപ്പോൾ പറയുന്ന നാളിതുവരെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനിൽ പറയുന്നത്. ജുഡീഷ്യൽ കമ്മീഷനിൽ പറയുമ്പോഴാണ് അവർ ആദ്യമായി സത്യം ചെയ്ത് ഒരു ബോധ്യപ്പെടുത്തി ഒരു കോടതിയിൽ മൊഴി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മീഷനിൽ മൊഴി കൊടുക്കുന്നത്. നാളിതുവരെ അവർ പറഞ്ഞത് അല്ലെങ്കിൽ പറയാനായിട്ട് ഇടയായിട്ടുള്ളത് എല്ലാം തന്നെ സ്വതന്ത്രമായ രീതിയിൽ ഇപ്പോൾ ശ്രീമാൻ സിദ്ദിഖും ഞാനും ശ്രീ ലാലും എല്ലാം പറയുന്നത് പോലെ യാതൊരു തരത്തിലുള്ള ഒരു മുഖവിരവിയുമില്ലാതെ നമ്മുടെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ്. അതേസമയം ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് കോടതി മുമ്പാകെ സത്യം ചെയ്തു കൊള്ളാമെന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് പറയാം. അങ്ങനെയുള്ള മൊഴിക്ക് പരിശുദ്ധിയുണ്ട്, സാങ്ക്ടിറ്റി വളരെ കൂടുതലാണ്. തെളിവ് നിയമത്തിൻ്റെ അളവുകോലുകൾ വെച്ചുകൊണ്ട് ആ മൊഴിക്ക് വളരെയധികം പരിശുദ്ധിയുണ്ട്. നാം ഇവിടെ പരിശോധിക്കേണ്ട കാര്യം, നമ്മുടെ ക്രിമിനൽ കേസിൻ്റെ കാര്യത്തിൽ നമുക്ക് രണ്ടാമത് വരാം. ഇപ്രകാരം ഒരു മൊഴി ഒരു കമ്മീഷന് മുമ്പിൽ പറയുകയും അവരത് പുറത്തു വന്ന് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തപ്പോൾ മാനനഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റൊരു മന്ത്രി ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാതിരുന്നത്? ഇങ്ങനെ വളരെ മോശപ്പെട്ട പശ്ചാത്തലമുള്ള ഒരു സ്ത്രീ, എന്തും വിളിച്ചു പറയുന്ന സ്ത്രീയാണെങ്കിൽ കമ്മീഷനിൽ പോയിട്ട് സത്യം ചെയ്ത് മൊഴി കൊടുത്തല്ലോ, പുറത്തു വന്ന മാധ്യമങ്ങളോട് അതെല്ലാം ഏറ്റു പറഞ്ഞല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് ഇല്ലാത്ത വസ്തുതയായിരുന്നെങ്കിൽ മാനനഷ്ടമുണ്ടായിട്ടുണ്ടല്ലോ, ആ മാനനഷ്ടത്തിന് കേസ് കൊടുത്തോ? ഇതൊന്നുമില്ലല്ലോ. കോടതിയിൽ പോയപ്പോൾ സാങ്കേതികമായിട്ടുള്ള ചില പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ മുകൾ കോടതിയിൽ പോയപ്പോൾ മുകളിലെ കോടതി തികച്ചും നിയമപരമായി ഇടപെടാനായിട്ട് ബാധ്യതപ്പെട്ട കോടതിയാണ്. അദ്ദേഹം അത് അങ്ങനെ തന്നെ ഇടപെട്ടു. ശ്രീ PC ജോർജ് പറഞ്ഞ പോലെ സാങ്കേതികമായിട്ടുള്ള ചില എതിർകക്ഷിയെ കേൾക്കാത്തൊരവസ്ഥ ഉണ്ടാകും. പക്ഷേ താൽക്കാലിക ഉത്തരവ് പാസ്സാക്കുമ്പോൾ അത് കേട്ടില്ല എന്ന് വിചാരിച്ചു. വലിയ അപരാധങ്ങളൊന്നും സംഭവിക്കുന്നില്ല, അദ്ദേഹം ഉത്തരവ് പാസ്സാക്കാനിടയായി. ആ ഉത്തരവിനെ അതേപോലെ സാംശീകരിച്ച പൊതുസമൂഹമുണ്ട് ഇവിടെ. സാർ പറഞ്ഞോളൂ. ശ്രീ സിദ്ദിഖ് പറയുന്നത് കേൾക്കുന്നില്ല. സ്റ്റേ കൊടുക്കല്, സസ്പെൻഡ് ചെയ്തു, മനസ്സിലായോ? 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോ അത് അത്ര ഒരു പ്രൊപ്രൈറ്റിക്ക് ചേർന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ ജഡ്ജിയെ കുറ്റപ്പെടുത്താനില്ല. പറഞ്ഞുകൊള്ളട്ടെ. ഈ PC ജോർജ് സാർ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ PC ആക്ട്, അതായത് ഈ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഒരു കേസും
സ്റ്റേ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുണ്ടാവും. അത് അങ്ങനെ ഒരു വിധിയുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ഇത് വിധി അതായത് FIR രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. സാങ്കേതികമായി പറയുമ്പോൾ ഈ സസ്പെൻഡ് ചെയ്യലും സ്റ്റേ ചെയ്യലും സാങ്കേതികമായി പറയുമ്പോൾ ഫലത്തിൽ വരുമ്പോൾ പ്രായോഗിക തലത്തിൽ ഫലം തുല്യമാണ്. പക്ഷെ അല്ല അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമപരമായി ഉത്തരവുകൾ പാസ്സാക്കുന്ന കോടതികളുടെ മേലേക്ക് കുതിര കയറാൻ തുടങ്ങുന്ന ടി സിദ്ദീഖിൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ ലാലിനോട് സൂചിപ്പിച്ചത്. അത് ചർച്ച ചെയ്യപ്പെടണം. അതേസമയം അപമാനിതനായി കളങ്കപൂർണമായി ഇവിടെ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി നിൽക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ഭരണഘടനാപരമായി തൊട്ടുകൊണ്ട് ഒരു പൗരൻ വന്ന് മൊഴി കൊടുക്കുന്നു. ആ പൗരൻ്റെ മൊഴിക്ക് ആസ്പദമായ കാര്യത്തിൽ ഒരു കേസെടുക്കാൻ തക്കതായിട്ടുള്ള നിയമസാധ്യതകളുണ്ട്. അത് ഒരു കോടതി മുമ്പാകെ പോയി ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പക്ഷേ വിചാരണ കോടതി എന്ന നിലയ്ക്ക് ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ അതിൻ്റെ ആന്തരികത മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് കേസെടുക്കാൻ പറഞ്ഞത് അവിടെയാണ് അതിൻ്റെ പ്രസക്തി. കേസെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നതിലാണ് ഇതിൻ്റെ പ്രസക്തി. അവിടെ സാങ്കേതികതകളല്ല. സാങ്കേതികൾ നോക്കുമ്പോൾ ഒരുപക്ഷെ കേസെല്ലാം എടുത്ത് വിടുതൽ സംഭവിക്കുന്ന കാര്യമുണ്ടാകാം. അതല്ലെങ്കിൽ പിന്നീട് സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് സ്റ്റേ ചെയ്തു അല്ലെങ്കിൽ ഞാൻ കുറ്റമുക്തനാക്കി എന്ന് പറയുന്നില്ല. പൊതുസമൂഹം ഇന്നലെ സരിത പറയുന്നത് മുഴുവൻ വിശ്വസിക്കുന്ന ഇതിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വരാനിടയായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് അപമാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തയ്യാറാണോ? സാങ്കേതികത്വം പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത്. അത് നോക്കി ഇനി തീരുമാനമെടുക്കുന്നതിന് വിടുക. പക്ഷേ ഈ പറഞ്ഞ പ്രഥമ ദൃഷ്ടിയായുള്ള തെറ്റുകാരൻ എന്നുള്ള കാര്യത്തിൽ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് രാജിവെക്കാൻ പോകുന്നുണ്ടോ മുഖ്യമന്ത്രി? ഇപ്പോൾ സിദ്ദിഖ് പറയുന്നത് വെച്ച് അതിനുള്ള സാധ്യതയില്ല. പ്രഥമ ദൃഷ്ടിയ തെറ്റുകാരനാണ് ഉപ്പ് തിന്നവൻ എന്നൊക്കെ ബോധ്യപ്പെട്ടത് തൃശൂർ വിജിലൻസ് കോടതിക്കാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിനല്ല. ആ തൃശൂർ വിജിലൻസ് കോടതി വിധി വന്നപ്പോഴാണല്ലോ കെ ബാബു രാജിവെച്ചത്. ലാലെ പറയട്ടെ. ഒന്ന്, കെ ബാബു രാജിവെച്ചപ്പോ അത് ജുഡീഷ്യൽ മാന്യതയാണെന്ന് വിചാരിച്ചു. ജുഡീഷ്യറി മാന്യതയില്ലാതെ ചില ആളുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന രീതിയിൽ നേരത്തെ എന്റെ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നു, എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാ ഈ ജഡ്ജ്മെന്റ് FIR ഇടാൻ? ഏത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാ ഈ ജഡ്ജ്മെന്റ്? അസാധാരണ സാഹചര്യം എന്ന് പറഞ്ഞാൽ പച്ച കള്ളം പറയുന്ന 58 കേസിലെ പ്രതിയായ ആളുകളെ മുഴുവൻ തട്ടിപ്പ് നടത്തിയ ഒരു തട്ടിപ്പുകാരി ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞതായ പിതൃതുല്യൻ 8 ദിവസം കൊണ്ട് കുഴപ്പക്കാരനായി മാറിയെന്ന് ബാർ മുതലാളിമാർ CPM നടത്തിക്കൊണ്ട് കാര്യം പറയുമ്പോ ഈ PC ഒരു മിനിറ്റ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ നേരെ അതാണ് മാനദണ്ഡം എന്ന് ജുഡീഷ്യൽ ഓഫീസറായ വാസവന് തോന്നുന്നുവെങ്കിൽ അതിന്റെ ആധികാരികത ജുഡീഷ്യൽ പ്രിൻസിപ്പൾ അല്ല, അതിന്റെ ആധികാരികത മറ്റു വല്ല താല്പര്യങ്ങളുമാണ്. ആ താല്പര്യമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്, അത് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു ജുഡീഷ്യൽ ഓഫീസറെ പറ്റി ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ PC ജോർജോ മറ്റുള്ള നേതാക്കന്മാരോ പറഞ്ഞിട്ടുണ്ടാകും, DYFI പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഞാൻ ഇതുവരെ PC ജോർജിനെ അങ്ങനെ കുത്തി നോവിക്കല്ലേ. നിങ്ങൾ ഇപ്പൊ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളിന് വേണ്ടി തന്നെയാണ് PC ജോർജ് അത് പറഞ്ഞത്. അതായത് ഞാൻ സിദ്ദിഖോട് ഒരു കാര്യം പറയട്ടെ. സിദ്ദിഖ് പറഞ്ഞോണ്ട് സിദ്ദിഖ് ഇത്രമാത്രം കൊള്ളുകേലാത്ത ഒരു സ്ത്രീയെ എന്തിനാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചുകൊണ്ട് നടന്നത്? എന്തിനാണ് ആ സ്ത്രീയോട് മൊഴി പറയുന്നതിന് മുമ്പ് നമ്മുടെ തമ്പാനൂര് ഫോണിൽ വിളിച്ച് സ്നേഹം പറഞ്ഞത്? അത്ര വൃത്തികെട്ട സ്ത്രീയാണ്, അവരെ ഉപേക്ഷിച്ചാൽ പോലെ എന്തിനവരുടെ പുറകെ നടന്ന്? ഞാൻ മറ്റേ MLA ഒന്നും പേര് പറയാം, സിദ്ദിഖ് പേടിക്കണ്ട, ഞാൻ എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യില്ല. പക്ഷെ മുഖ്യമന്ത്രി എന്തിനാ എന്റർടൈൻ ചെയ്തു? ഇവരുടെ ഭർത്താവ് ജീവനം ശിക്ഷിക്കപ്പെട്ടു. എന്തിനാ ആ വ്യക്തിയുമായിട്ട് മുക്കാമുണക്കാൻ സംസാരിച്ചു? മുഖ്യമന്ത്രി ഉത്തരം പറയണ്ടേ? അപ്പൊ ഡ്രാക്കുളയുടെ മനസ്സാ, മുഖം ആരുടെയാ? മുഖം മാന്യന്മാരുടേത്. നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി അത് പറയേണ്ടി വന്ന് ദുഃഖമുണ്ട് എന്നെ സിദ്ദിഖ്, എന്നോട് ക്ഷമിക്കുക. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇപ്പോ ഈ കേസിൽ കെ ബാബുവിന്റെ കേസിൽ ആണല്ലോ ഇപ്പോ മുഖ്യമന്ത്രിയും ആത്മവിശ്വാസത്തോടു കൂടി ഈ വിജിലൻസ് കോടതി വിധിക്കെതിരെ ഒരു അപ്പീൽ ആയി ഇറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. കെ ബാബുവിൻ്റെ കേസിൽ ഈ പറഞ്ഞ
കീഴ്വഴക്കങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കീഴ്വഴക്കങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണല്ലോ അവിടെ ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. അതിൽ പിന്നെ ഏത് രീതിയിലുള്ള സ്റ്റേ ആണ് ഇപ്പോൾ വരുന്നതിന് ഇടയായിട്ടുള്ളത്? അതെല്ലാം കിട്ടും. കെ ബാബുവിൻ്റെ കേസിൽ ഇന്ന് ജസ്റ്റിസ് സുബൈദിൻ്റെ കോടതിയിൽ പ്രഥമമായി പരിഗണിക്കപ്പെട്ടത് ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വരുന്നത് സംബന്ധിച്ച് ഒരു അറിയിപ്പുണ്ടായിരുന്നു. വളരെ ദിവസങ്ങളോളം കൊടുത്തിട്ട് പോലും 23-ാം തീയതി എന്നുള്ള തീയതി നിശ്ചയിച്ചിട്ട് പോലും ഒരു അന്വേഷണം നടന്നിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ വിജിലൻസ് കോടതി ഉത്തരവ് പാസ്സാക്കിയത്. എന്നാൽ തൃശ്ശൂർ വിജിലൻസ് കോടതി ആ ഉത്തരവ് പാസ്സാക്കുമ്പോൾ തന്നെ ഹൈക്കോടതി മുമ്പാകെ 25-ാം തീയതി എത്തിയേക്കാവുന്ന ഡിവിഷൻ ബെഞ്ചിൽ വരുന്ന കേസിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ ഹൈക്കോടതി മുമ്പാകെ ഒരു കേസുണ്ട് എന്നുള്ള അറിവുണ്ടായിട്ടും ഒരു അല്പം ധൃതി കാണിച്ച് ഇപ്രകാരം ഒരു ഉത്തരവ് പാസ്സാക്കി എന്നത് ഹൈക്കോടതി വേണമെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ കാത്തിരിക്കാമായിരുന്നു എന്ന നിലയ്ക്ക് ഒരു പരാമർശവും ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതാണ് ജസ്റ്റിസ് സുബൈദിൻ്റെ ഭാഗത്തുനിന്ന് ആ കേസിൽ ഇന്ന് ഇപ്രകാരം സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഊർജം സമ്പാദിച്ചത്. അതിൽ നിയമപരമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ കോടതി ഇറങ്ങിച്ചെന്നിട്ടില്ല. കോടതി പറഞ്ഞിട്ടുള്ളത് ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ്. സാങ്കേതികമായിട്ട് ഒരു FIR ഇടുന്നത് സംബന്ധിച്ച് മാത്രമേ ഇന്ന് കോടതി ഇടപെട്ടിട്ടുള്ളൂ. പക്ഷേ കേസന്വേഷണത്തിൻ്റെ കാര്യത്തിൽ കോടതി യാതൊരു തരത്തിലും പിന്നോക്കം പോയിട്ടില്ല, യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. അന്വേഷണം തുടരാം. പക്ഷേ FIR ഇട്ടുള്ളൊരു അന്വേഷണത്തെ സംബന്ധിച്ച് താൽക്കാലികമായിട്ട് ഒരു ഒരു നടപടിക്രമങ്ങൾ സസ്പെൻഡ് ചെയ്ത് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തു. അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അന്വേഷണമേ നടത്താൻ പാടില്ല എന്നല്ല. റൈറ്റ്. ശ്രീ ടി സിദ്ദിഖ്, നേരത്തെ PC ജോർജ് ചോദിച്ച ആ കാര്യത്തിന് താങ്കൾ ഒരു മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട ഈ സരിത എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ഈ മോശപ്പെട്ട സ്ത്രീയുമായി ഇത്രയധികം നല്ല ബന്ധം തമ്പാനൂർ രവിയെ പോലുള്ളവർക്കുണ്ടായത്? ശ്രീ M. വിൻസെന്റ് KPCC സെക്രട്ടറി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ വിൻസെന്റ്, അതിനുള്ള മറുപടി താങ്കൾക്ക് പറയാം. എന്തിനാണ് തമ്പാനൂർ രവി 24 മണിക്കൂർ കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ കണ്ടെത്തിയോ തമ്പാനൂർ രവി എന്തിനാണ് സരിതയെ ഫോൺ വിളിച്ച് ഇത്രയധികം മുഖ്യമന്ത്രിയെ കുഴപ്പത്തിലാക്കിയത് എന്ന്? അല്ല, തമ്പാനൂർ രവി അങ്ങോട്ട് വിളിച്ചതല്ല, തമ്പാനൂർ രവി ഇങ്ങോട്ട് വിളിച്ചപ്പോൾ സംസാരിച്ചു. പിന്നെ ഈ തമ്പാനൂർ രവിയും സരിതാ നായരും തമ്മിൽ ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്ന ഭാഗം എഡിറ്റ് ചെയ്യപ്പെട്ടതാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. തമ്പാനൂർ രവി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നോ തമ്പാനൂർ രവിയോട് ഇവരെന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നോ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരിങ്ങോട്ട് വിളിച്ച് ട്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ ഇങ്ങോട്ട് വിളിച്ച് തമ്പാനൂർ രവിയോട് ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന തരത്തിൽ സംസാരിക്കുകയും അതിനെ തുടർന്ന് തമ്പാനൂർ രവി സത്യസന്ധമായി പറയണം, അവർ കുഴപ്പിക്കാൻ ശ്രമിക്കും, സത്യസന്ധമായി പറയണം എന്ന രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. ടി സിദ്ദിഖ് അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ടി സിദ്ദിഖ് ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ടി സിദ്ദിഖ്, PC ജോർജിന് അറിയേണ്ടത് അതാണ്. തമ്പാനൂർ രവി സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതെ അതെ. ഒന്ന്, തമ്പാനൂർ രവി സംസാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തമ്പാനൂർ രവിയെ സരിതാ നായർ ഇങ്ങോട്ട് വിളിക്കുന്നു. ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പറയേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെ ഇത് നമുക്കൊരു പാർട്ട് മാത്രമേ ഇവർ കേൾപ്പിച്ചുള്ളൂ. ഒരു ചെറിയ കഷ്ണം മാത്രമേ ഇവര് നമുക്ക് കേൾപ്പിച്ചു. ടി സിദ്ദിഖ്, അത് ഒരു തവണ മാത്രമല്ലല്ലോ, എത്രയോ തവണ സരിത ഇപ്പൊ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ദിവസം 2-3 തവണയെങ്കിലും വിളിക്കാറുണ്ട്. പറയട്ടെ 2-3 തവണയോ ആഴ്ചയിൽ 10 തവണയോ 100 തവണയോ എത്രയോ വിളിക്കട്ടെ. ആ വിളിക്കുന്നതിന്റെ വിശദാംശങ്ങൾ അവർ വെളിപ്പെടുത്തട്ടെ. ഞാനതല്ല പറഞ്ഞത്. അവര് പറയുന്നതിന്റെ സാങ്ക്ടിറ്റി അതൊന്ന് പരിശോധിക്കപ്പെടണ്ടേ? അവരങ്ങോട്ട് വിളിച്ചിട്ട് എങ്ങനെ പറയണം മറ്റു രീതിയിലൊക്കെ ചോദിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു സത്യസന്ധമായി പറയണം എന്നുള്ളതാണ് അതിന്റെ വിവക്ഷ. അല്ലാതെ EP ജയരാജൻ ചെയ്തതുപോലെ ഞാൻ 10 കോടി രൂപ തരാം, മുഖ്യമന്ത്രിയുടെ പേര് പറയണം എന്ന് ജയരാജൻ പറഞ്ഞതുപോലെ സംസാരമല്ല ശ്രീ തമ്പാനൂർ രവി നടത്തിയത്. തമ്പാനൂർ രവി പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങള് വായിച്ചിട്ടുണ്ടോ, വായിക്കണം, നോക്കണം. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ സത്യമായ കാര്യങ്ങൾ നോക്കണം എന്നാ പറഞ്ഞത്. അതിനെന്താ തെറ്റ്? ഇവിടെ നേരത്തെ 2 ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു, പറഞ്ഞോളൂ. നേരത്തെ 2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, മുഖ്യമന്ത്രി എന്തിനാ സരിതയെ ചുമന്നത്? മുഖ്യമന്ത്രി സരിതയെ ചുമന്നില്ല എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് വല്ല ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ അനർത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഈ കമ്പനി ടീം സോളാറിന് അനുകൂലമായി വല്ല സാമ്പത്തിക സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഭരണാധികാരിയാണല്ലോ. ഒന്നും ചെയ്തു കൊടുത്തില്ലല്ലോ.
അനർത്തിന്റെ നയാ പൈസ സബ്സിഡി ഈ കിട്ടിയിട്ടില്ലല്ലോ. പറഞ്ഞ കേരളത്തിൽ അഴിമതി നിരോധന നിയമം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ അഡ്വക്കേറ്റ് ഉദയഭാനു കൂടി പറയും അതിനെക്കുറിച്ച്. അതായത് ഈ കാര്യങ്ങൾ നടത്തിക്കൊടുത്താൽ മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ എന്നില്ല, അതിൽ കൈക്കൂലി വാങ്ങിയാൽ മതി. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ കൈക്കൂലി വാങ്ങിയവരൊക്കെ പിടിക്കുന്നത്, കാര്യം നടന്നോ എന്ന് നോക്കിയിട്ടല്ലല്ലോ. അതെ, അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 1,90,00,000 കൊടുത്തു എന്ന് സരിത ഇപ്പൊ പറയുമ്പോ അത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇവര് SITയുടെ മുമ്പിൽ മൊഴി നൽകി, ഇവര് കേരളത്തിലെ മുഴുവൻ കോടതികളിലും കയറി ഇറങ്ങുന്നു, ഇവര് നിരവധി തവണ പത്രപ്രവർത്തകന്മാരെ കണ്ടു, ഇവര് സോളാർ ജുഡീഷ്യൽ കമ്മീഷനിൽ തന്നെ മുമ്പ് ഇവർ കൊടുത്തതായിരിക്കുന്ന മൊഴിയുണ്ട്, ശ്രീ ബിജു രാധാകൃഷ്ണൻ കൊടുത്ത മൊഴിയുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു മൊഴിയിൽ ഈ പിതൃതുല്യനായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരായി എന്തെങ്കിലും ഒരു പരാമർശം? ഇത് വലിയ മഹാഭാരതം കഥയൊന്നും അല്ലല്ലോ. അവിടെയുള്ള മഹാഭാരത കഥ നിങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോ ഈ സരിത 10 കോടിയുടെ എങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് നിങ്ങളുടെ സർക്കാരാണ്. 10 കോടിയുടെ അഴിമതി എങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ അഴിമതി എങ്കിലും നടത്തിയിട്ടുള്ള സരിതയുമായി ബന്ധപ്പെട്ട ആളുകളെന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവരാണ്. അവരിൽ പലരെയും പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ആ കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ട എന്ന കാര്യത്തിൽ സാങ്കേതികത്വം പറഞ്ഞു പോകുന്നതിനെയാണല്ലോ എതിർക്കുന്നത്. കോടതിയെപ്പോലും നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞതിനാണല്ലോ ഈ പറഞ്ഞ പഴയ ചരിത്രം അന്വേഷിച്ചു പോയത്. ഒന്ന്, കേരള ചരിത്രത്തിൽ ആരോപണം വന്നപ്പോ ആർജവത്വത്തോടുകൂടി അത് നേരിടുകയും അതിനെ അന്വേഷിക്കാൻ 2 തവണ ഹൈക്കോടതിയിൽ സിറ്റിംഗ് ജഡ്ജിക്ക് വേണ്ടി കത്ത് നൽകി ആവശ്യപ്പെടുകയും അതിനുശേഷം ഒരു സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടാക്കുകയും അതിന് ടേംസ് ഓഫ് റെഫറൻസ് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും പ്രതിപക്ഷം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്ന് പറഞ്ഞപ്പോ അത് മാത്രം പോരാ, എല്ലാ ആരോപണങ്ങളും നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞത് അന്വേഷിക്കട്ടെ എന്ന് പറയുകയും 14 മണിക്കൂർ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്ത മുഖ്യമന്ത്രി നിയമത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടുന്നവനല്ല. ആർജവത്വത്തോടുകൂടി നിങ്ങൾ ഉയർത്തുന്നതായ അപസർപ്പ കഥകളെ തകർക്കാനുള്ള ആർജവം കാണിച്ച മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. നിങ്ങൾ അപമാനിക്കുന്നത്. ഞാൻ വരാം.